ലാൽ സലാം. ലാലേട്ടൻ കാന്താരയിൽ വരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. തെലുങ്ക് മാധ്യമങ്ങൾ, കന്നഡ മാധ്യമങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രമുഖ മാധ്യമങ്ങളിലും വരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു കന്നഡ സിനിമയാണ് എന്നുള്ളത് നമുക്കറിയാം. കാന്താര എന്ന ചിത്രം നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരമായ ഒരു ചിത്രം തന്നെയായിരുന്നു. എന്താണേലും നാഷണൽ അവാർഡ് സഹിതം തൂക്കിയ ഈ ഒരു ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു ചിത്രമായിരുന്നു. ഒന്നല്ല, പലവട്ടം ജനങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടതാണ്. ഒരു അന്യഭാഷ ചിത്രത്തിന് നൽകുന്ന ഏറ്റവും മികച്ച ഒരു അഭിപ്രായം അല്ലെങ്കിൽ സപ്പോർട്ടായിരുന്നു മലയാളികൾ ഈ സിനിമയ്ക്ക് നൽകിയത്. മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, ഈ സിനിമ കണ്ടിട്ടുള്ളവർ, തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ OTTയിലുമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അതൊരു ഞെട്ടിപ്പിക്കുന്ന അനുഭവം തന്നെയായിരുന്നു. അത്ര ഗംഭീരമായിരുന്നു അല്ലെങ്കിൽ അത്ര മനോഹരമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ കാന്താരയുടെ അടുത്ത പാർട്ടിൽ ഉണ്ടാകുമെന്നുള്ള ഒരു വാർത്ത നമുക്ക് കന്നഡ മാധ്യമങ്ങളിൽ നിന്നും തെലുങ്ക് മാധ്യമങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരികയാണ്. എന്താണെങ്കിലും ഋഷഭ് ഷെട്ടിയുടെ ഒപ്പം ഹോംബാലെ ഫിലിംസിൽ നമുക്ക് ലാലേട്ടനെ കൂടെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന ഒടിയനിലെ ആ വേഷം അല്ലെങ്കിൽ അതുപോലെയുള്ള വേഷങ്ങൾ എത്രയും ഭദ്രമായി ലാലേട്ടൻ്റെ കയ്യിലുള്ളതാണ് എന്ന് നമുക്കറിയാം. അവിടെ കാന്താരയിലേക്ക് ലാലേട്ടൻ ചെല്ലുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് വേറൊരു തലത്തിലേക്ക് ആ സിനിമയെ എത്തിക്കുമെന്നുള്ളത് മാത്രമല്ല, ലാലേട്ടൻ്റെ കയ്യിൽ ഭദ്രമായ, അതിഗംഭീരമായ, അതിമനോഹരമായ ഒരു ചിത്രം വരുമെന്നുള്ളത്. ഇന്ന് മലയാളികൾ കാന്താര എന്ന പേര് കേട്ടാൽ ഇടിച്ച് തിയേറ്ററുകളിലേക്ക് കയറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ എടുത്തു പറയാം, ഇവിടെ മോഹൻലാൽ എന്ന ഒരു ഒറ്റ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ഒരു ജനപ്രളയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ജയിലർ എന്ന സിനിമ അതിനൊരു ഉദാഹരണമാണ്. എന്താണേലും ലാലേട്ടൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ഒന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.